Next one problem. A rigid steel bracket subject to a vertical load of 10 kN shown in figure. It is fastened into a vertical section by means of 4 identical bolts. Determine the size of the bolt by maximum shear stress theory. The maximum permissible shear stress in any bolt is limited to 50 Newton per millimeter square. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. സെയിം ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്പർ 3.6 കാണാൻ പറ്റും. ഇതാണ് ഈ ചിത്രം വരക്കാലം കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാകും. എയർബാഗിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും ഇതേ ഫിഗർ ഉണ്ടല്ലേ. എയർബാക്കിൽ ഞാനത് ഗ്രൂപ്പിലിടാം, ഇതിൻ്റെ ചിത്രം ഗ്രൂപ്പിലിടാം. ടെക്സ്റ്റ് ബുക്കുള്ളവരെ അത് റെഫർ ചെയ്യാം. പ്രോബ്ലം നമ്പർ 3.6 3.27 പേജ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ബേസ്ഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു റൈറ്റ് ദി ഗിവൻ ഡാറ്റ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ F is equal to 10,000 Newton. Eccentricity is given. In question itself, eccentricity is given. Eccentricity distance 250 millimeter. Then allowable permissible shear stress is given. That is tau equal to 50 Newton per mm square. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരും pi by 4 into dc square into tau max is equal to മറ്റേത്. എന്നിട്ട് വേണം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മറ്റേത്. എന്നിട്ട് വേണം നമ്മൾ കോർ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത് ഇവിടെ ഇപ്പം ഡ്യൂ ടു ദിസ് ലോഡ് ദാറ്റ് ഇസ് 10 kN ഇവിടെ എന്ത് ചെയ്യും, ഈ ലോഡ് ഇതുണ്ടല്ലോ, ഈ പ്ലേറ്റ് താഴോട്ടേക്ക് സ്കിഡ് ചെയ്യും. ആ സമയത്ത് അവിടെ നിന്നുണ്ടാവും ഒരു ഡയറക്റ്റ് ഷിയർ ലോഡ് എന്ന് പറയാം, അതുണ്ടാവും. ദാറ്റ് ഈസ് പ്രൈമറി ഷിയർ ലോഡ് അവിടെ ഉണ്ടാവും. പിന്നെ പോസിബിലിറ്റീസ് ഒന്നിത് താഴോട്ടേക്ക് സ്കിഡ് ചെയ്യാം ഇതിങ്ങനെ, പിന്നെ ഒന്ന് ഈ ലോഡ് കാരണം ഇതിങ്ങനെ തിരിയുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക സെക്കൻഡറി ഷിയർ എഫക്റ്റ്. അപ്പോൾ ആദ്യം പ്രൈമറി ഷിയർ എഫക്റ്റ് ഉണ്ടാവും, സെക്കൻഡറി ഷിയർ എഫക്റ്റ് ഉണ്ടാവും. പ്രൈമറി ഷിയർ എഫക്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രൈമറി ഷിയർ ലോഡ്. അതേമാതിരി സെക്കൻഡറി ഷിയർ എഫക്റ്റിന് നമുക്ക് എന്താ പറയുക, ടോർഷണൽ ഷിയർ ലോഡ്. ടോർഷണൽ മീൻസ് തിരിയുന്ന സമയത്തുണ്ടാകുന്ന ഷിയറിങ് ടോർഷണൽ ഷിയർ ലോഡ് എന്ന് പറയാം. അപ്പോൾ പ്രൈമറി ഷിയർ എഫക്റ്റും സെക്കൻഡറി ഷിയർ എഫക്റ്റും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവുക. അപ്പോൾ പ്രൈമറി ഷിയർ ഫോഴ്സ് അതായത് പ്രൈമറി ഷിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ F ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ F ബൈ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 139.7 ഇക്വേഷൻ എ നോക്കിയാൽ മതി. ഡാറ്റ ബുക്കിലുണ്ട് ഇതേ ഇക്വേഷൻ. യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് 2500 Newton. നെക്സ്റ്റ് വി ഹാവ് ടു ലൊക്കേറ്റ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി G. സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ G ആണല്ലോ. സിൻസ് ഓൾ ദി ബോൾട്ട്സ് ആർ at equal distance from the center of gravity of the bolt. അപ്പോൾ ഈ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാവും. ഈ ചിത്രപ്രകാരം എല്ലാ ബോൾട്ടും ഇവിടെ കാണിച്ചിരിക്കുന്ന ബോൾട്ട് ഉണ്ടല്ലോ, ഇവിടെ 1 2 1 3 4 2 എന്ന് കാണുന്നില്ല ബോൾട്ട്. ആ 4 ബോൾട്ടും എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുണ്ടാവുക. അതായത് ഈ പോയിന്റിൽ നിന്ന് 3 ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഈ പോയിന്റിൽ നിന്ന് 1 ലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ സി ജിയിൽ നിന്ന് 2 ലേക്കുള്ള ഡിസ്റ്റൻസ്, സി ജിയിൽ നിന്ന് 4 ലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൽ ഈക്വൽ ആയിരിക്കും. അതൊരിക്കലും മാറില്ല എക്സാമിന്. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ എന്ത് വേണം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഇത് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇത് മൊത്തം ഈ 2 ബോൾട്ട്, അതായത് ഈ ബോൾട്ട് 1നും 3ക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് 200 ആണ്. 200 ആകുമ്പോൾ ഇത് പകുതി ഹാഫ് 100 വരും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 200 ആണ്. അപ്പോൾ 100 വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 100 വെർട്ടിക്കൽ 100 ശരിയല്ലേ. അപ്പോൾ 100 അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ ഈക്വൽ എത്ര വരും, 141.14 വരും. അതായത് ഇവിടുന്ന് ഇവിടുത്തെ ഡിസ്റ്റൻസ് 141.14. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 141.14 അത് സ്ക്വയർ റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. അങ്ങനെയാണ് ഈ റേഡിയസ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് മൊത്തം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ C3 എന്ന് പറയും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ബോൾട്ട് 1ലേക്കുള്ള ഡിസ്റ്റൻസ് C1 എന്ന് പറയും. ബോൾട്ട് 2ലേക്ക് C2, ബോൾട്ട് 4ലേക്ക് C4. ഈ C1 C2 C3 C4 എന്ന് പറയാൻ കാരണം ആ പേരാണ് ഡാറ്റാ ബുക്കിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഓക്കെ.
ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ 4 ബോൾട്ട് ജോയിൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, റെക്ടാങ്കിൾ കിട്ടും. ഇവിടെ കാണില്ലേ 4 ബോൾട്ട് ഉണ്ട് ഇവിടെ 1. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടെ 3 കഴിഞ്ഞ് ഇവിടെ 1 ഉണ്ടാവുക. പക്ഷെ ഞാനിവിടെ 1ൻ്റെ വേണ്ടി ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിചാരിച്ചാൽ ഞാൻ റെഫർ ചെയ്യുന്നത് ഡാറ്റാ ബുക്കാണ്. അപ്പോൾ ഡാറ്റാ ബുക്കിലുള്ള ചിത്രപ്രകാരം ഡാറ്റാ ബുക്കിലുള്ള ചിത്രം റെഫർ ചെയ്താൽ നമ്മൾ ചിത്രം ഇതേമാണ് ഉണ്ടാവുക. ബോൾട്ട് 2, ബോൾട്ട് 3, ബോൾട്ട് 4, ബോൾട്ട് 1 ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റ് ബുക്കിൽ 3, 1 ഇവിടെ 3 ഇവിടെ 1 ആണുള്ളത് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 3, 1 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 3, 1 എന്ന് വെച്ചിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ പ്രകാരം 3, 1 എന്നാണ് ഉണ്ടാവുക. 3, 1, 4, 2 എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. 3, 1, 2, 3 അതായത് 3, 1, 2, 4 എന്നാണുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റം വരുത്തുക. എങ്ങനെ ഇതേമാതിരി ആക്കുക. അതായത് 3 കഴിഞ്ഞിട്ട് 4 ആണ്, 1, 2 എന്നിങ്ങനെ ആക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിത് മാറ്റാനും പറ്റില്ല. ഇനിയിപ്പോൾ അതിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക ആ ക്വസ്റ്റ്യൻ 3, 1, 2, 4 എന്ന ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട് അത് 3, 4, 1, 2 എന്നാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. എന്നിട്ട് അതേപോലെ ക്വസ്റ്റ്യൻ ആക്കുക. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇത് കിട്ടും. ഇതൊരു ബോൾട്ടിൻ്റെ സെൻറ്ററിലും കൂടി ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് എ റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 2, ഇത് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടും. റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടി. അപ്പോൾ ഇത് മൊത്തത്തിൽ 200 ആണ്. ഇതും മൊത്തത്തിൽ 200 ആണ്. സോ ഇത് ഹാഫ് 100. അതേപോലെ ഇവിടുത്തെ കൂടി 100. ദിസ് ഇസ് 100, 100. സോ സ്ക്വയർ റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ ഈക്വൽ ടു 141.4 കിട്ടും. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 3ലേക്കുള്ള ഡിസ്റ്റൻസ് 141.4. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 2ലേക്കുള്ള ഡിസ്റ്റൻസ് 141.4. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 4ലേക്കുള്ള ഡിസ്റ്റൻസ് 141.4. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 1ലേക്കുള്ള ഡിസ്റ്റൻസ് 141.4. ഓക്കെ. അത് കിട്ടി. ഇനി എന്ത് വേണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് ബോൾട്ട് ഫ്രം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു C4 അല്ലേ? C2 ഇത് C3 ഇത് C4 ഇത് C1 ദാറ്റ് ഈസ് ഈക്വൽ ടു 141.44 എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് പിന്നെ ബേസും ഹൈറ്റും രണ്ടും ഒരേ ഡയമെൻഷനാണ് സമയത്ത് സ്വാഭാവികമായിട്ട് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇനി എന്ത് വേണം അടുത്തത്? Now next we have to locate center of gravity. Since all the balls are at the equal distances from the center of gravity of the ball, therefore നമ്മൾ C1 ഈക്വൽ C2 ഈക്വൽ C3 ഈക്വൽ C4 എന്ന് പറഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് ടോർഷണൽ ഷിയർ ലോഡ്, അതായത് സെക്കൻഡറി ഷിയർ എഫക്റ്റ്, സെക്കൻഡറി ഷിയർ ഫോഴ്സ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് F ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു E ഇൻറ്റു C മാക്സ് ഡിവൈഡ് ബൈ സിഗ്മ C സ്ക്വയർ എന്ന ഇക്വേഷൻ കാണാൻ പറ്റും. Data book page number 132. Data book page number 132 കാണാൻ പറ്റും. 9.9 question. ഇത് ഡാറ്റ ബുക്ക് 132 9.9 E എന്ന് പറഞ്ഞ ഇക്വേഷൻ കാണാൻ പറ്റും. ഡാറ്റ ബുക്ക് 132 ഡാറ്റ ബുക്ക് പേജ് നമ്പർ 132 9.9 E കാണാൻ പറ്റും. സോ അതിനകത്ത് നമുക്ക് എഫ് ഡബിൾ ഡാഷ് കാണണം. സോ C1, C2, C3, C4 ആർ ദി റേഡിയൽ ഡിസ്റ്റൻസസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ടു ദി സെൻറ്റർ ഓഫ് ഈച്ച് ബോൾട്ട്. സോ C1 ഈക്വൽ C2 ഈക്വൽ C3 ഈക്വൽ C4 നമുക്ക് കിട്ടി. സോ ഇത് ശരിയല്ല, ഇതിന് നമ്മൾ ആഡ് ചെയ്ത് ഓക്കെ അല്ല. ഇത് നമുക്ക് ജസ്റ്റ് C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ പ്ലസ് C4 സ്ക്വയർ ഈസ് C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ പ്ലസ് C4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 141.4 ഹോൾ സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. അതോടെ പറ്റിയൊരു ഫോൾട്ടാണ്. സിഗ്മ സി സ്ക്വയർ തന്നെ പറഞ്ഞിട്ടില്ലേ? സിഗ്മ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ പ്ലസ് C4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സി സ്ക്വയർ. C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ C4 ഈക്വൽ ടു 141.4 ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് നമുക്ക് എഫിൻ്റെ നീ പറഞ്ഞാൽ ഈ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്കാണ്. അപ്പോൾ ടോർക്ക് ഇൻറ്റു C മാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഹെവി ലോഡ് എന്ന് പറയുന്നത് ബോൾട്ട് 3ലും ബോൾട്ട് 2ലും ആക്ട് ചെയ്യുക. കാരണം ഈ രണ്ട് ബോൾട്ടും ഈ ലോഡിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെയാണ് ഹെവി ലോഡ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആ എഫ് ഡബിൾ ഡാഷ്
കാണുവാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ either this point or this point. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 3 എടുത്തേ ഉള്ളൂ, കാരണം 3ക്ക് 2 ഒരേ എഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എഫ് ഡബ്ല്യു എസ് എഫ് ഇൻറ്റു വി, എഫ് ഇൻറ്റു ചെയ്യുമ്പോൾ ടോർക്ക്, അപ്പോൾ ടോർക്ക് ഇൻറ്റു സി മാക്സ്, ടോർക്ക് ഇൻറ്റു സി മാക്സ് ഡിവൈഡ് ബൈ സിഗ്മ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് വരുക എഫ് ഡബിൾ ഡാഷ് ആണ്. എഫ് ഇൻറ്റു മീൻസ് ടോർക്ക് ഡിവൈഡ് ബൈ സിഗ്മ സി സ്ക്വയർ ഇൻറ്റു സി മാക്സ്. സി മാക്സ് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ബോൾട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 3ലേക്കോ അല്ലെങ്കിൽ 2ലേക്കോ മാക്സിമം ഡിസ്റ്റൻസ് അത് ഈക്വൽ ആണ്. C1 = C2 = C3 = C4 അല്ല. അപ്പോൾ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്ത് കിട്ടും? എഫ് എത്ര കിട്ടിയ 10,000 ഇൻറ്റു എക്സെൻട്രിസിറ്റി 250 മൾട്ടിപ്ലൈഡ് ബൈ സി മാക്സ്. സി മാക്സ് ഇസ് ഈക്വൽ ടു നമുക്കൊന്ന് സി മാക്സ് ഇസ് ഈക്വൽ ടു C3 ഇസ് ഈക്വൽ ടു 141.4 വരും. അത് ഡിവൈഡ് ബൈ സിഗ്മ സി സ്ക്വയർ. സിഗ്മ സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 141.4 ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 4420 ന്യൂട്ടൺ. അങ്ങനെ കിട്ടും, ആ ഒരു വാല്യൂ ആണ് കിട്ടുക. ഇപ്പം അങ്ങനെ എഫ് ഡാഷും എഫ് ഡബിൾ ഡാഷും കിട്ടി. ഇനി സെക്കൻഡറി ഷിയർ ലോഡ് ഓൺ ബോൾട്ട് 3 നമുക്ക് കിട്ടി 4420 ന്യൂട്ടൺ കിട്ടി. ഇതാണ് നമ്മുടെ ഫിഗർ. ആ ടെക്സ്റ്റ് ബുക്കുകളില്ലേ, ടെക്സ്റ്റ് ബുക്ക് ഇത് ഇവിടെ കാണുന്ന ചിത്രം, ഇതാണ് ഈ കാണുന്ന ഭാഗം. ഇതാണ് ഈ ഭാഗമാണ് ഞാനിപ്പം അവിടെ ബോർഡിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈമറി ഷിയർ ലോഡ് പ്രകാരം ഫസ്റ്റ് കേസിൽ സംഭവിക്കുന്നത്, അതായത് ആ ബ്രാക്കറ്റ് ഇത് മൊത്തം ആദ്യം ഫസ്റ്റ് കേസിൽ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് മൊത്തം ഒന്ന് നമ്മൾ ഒരു താഴോട്ടേക്ക് സ്കിഡ് ചെയ്യും അല്ലേ, അത് പ്രൈമറി ഷിയർ, ഡയറക്റ്റ് ഷിയർ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് അതിനാലാണ് ഈ എഫ് ഡാഷ് വരുന്നത്. ദാറ്റ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ എഫ് ഡാഷ് എവിടെ ഉണ്ടാകുന്നത്? എഫ് ഡാഷ് ഈ ബോൾട്ട് ഉണ്ടാകുന്നുണ്ട്, എഫ് ഡാഷ് ബോൾട്ട് 1 ഉണ്ടാകുന്നുണ്ട്, എഫ് ഡാഷ് ബോൾട്ട് 2 ഉണ്ടാകുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഷിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദിസ് ലോഡ് ഡബ്ല്യു ഈ കാണുന്ന ബ്രാക്കറ്റ് ഇവിടെ ഒരു ബോൾട്ട് ഒരു ട്വിസ്റ്റിംഗ് ഒരു റൊട്ടേഷൻ ഉണ്ട് അല്ലേ, അത് ടോർഷണൽ ഷിയർ ലോഡ് സെക്കൻഡറി ഷിയർ എഫക്റ്റ്. അപ്പോൾ അത് എഫ് ഡബിൾ ഡാഷിനുള്ള റൊട്ടേഷനാണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാവുക? ഈ കാണുന്ന റേഡിയസ്, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 3ലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യാം. കാരണം ഇത് ഇങ്ങനെ തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എഫ് ഡബിൾ ഡാഷ്, പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 2ലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് പെർപെൻഡിക്കുലർ, അത് എഫ് ഡബിൾ ഡാഷ് ഇങ്ങനെ. നെക്സ്റ്റ് ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 1ലേക്കുള്ള ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ എഫ് ഡബിൾ ഡാഷ്, പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ബോൾട്ട് 4ലേക്കുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ എഫ് ഡബിൾ ഡാഷ്. അപ്പോൾ പ്രൈമറി ഷിയർ എഫക്റ്റും സെക്കൻഡറി ഷിയർ എഫക്റ്റും, പ്രൈമറി ഷിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷും സെക്കൻഡറി ഷിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എഫ് ഡബിൾ ഡാഷും ഉണ്ട്. അപ്പോൾ രണ്ട് ഷിയർ നേച്ചറാണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഗോ ഫോർ ദി പാരലോഗ്രാം മെത്തേഡ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എഫ് ഡാഷ് സ്ക്വയർ പ്ലസ് എഫ് ഡബിൾ ഡാഷ് സ്ക്വയർ പ്ലസ് 2 ഇൻ എഫ് ഡാഷിൻ്റെ എഫ് ഡബിൾ ഡാഷിൻ്റെ കോസ് തീറ്റ. ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്നത്. From the direction here the direction of the f double dash for each bolt, the direction of f double dash for each bolt is perpendicular to the line joining the center of the bolt to the center of the gravity in clockwise direction. Theta is the angle between f dash and f double dash. Here theta 3, here theta 2, here theta 1, here theta 4. Theta is the angle between f dash and f double dash. It is observed that theta 2 equal to theta 3 is equal to 145 degree. Theta 4 is equal to theta 3 is equal to 135. Then ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് 90 ആണ്. 90 plus this angle. ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് 90 plus this angle. So 135 degree വരും. ഇനി the resultant shear force on each bolt കണ്ടുപിടിക്കുക. നമുക്ക് രണ്ട് പാരലലോഗ്രാം രണ്ട് ഫോഴ്സ്, ഇതൊരു ഫോഴ്സ് F1 ഉം ഇതൊരു ഫോഴ്സ് F2 ആണ് വരുന്നത്. So this is the theta angle. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും റിസൾട്ടന്റ്. അപ്പോൾ R is equal to root of F2 square plus F1 square plus 2 into F1 into F2 into cos theta. ആ ഇക്വേഷനാണ് നമ്മളിവിടെ പാരലലോഗ്രാം ഉപയോഗിക്കുന്നത്. അത് രണ്ടും ഒരേ നേച്ചർ ആയിരിക്കണം, രണ്ട് ഫോഴ്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒന്ന് ഫോഴ്സ് മറ്റൊരു വെലോസിറ്റി ആണെങ്കിൽ പറ്റില്ല. രണ്ടും ഒരേ നേച്ചർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാരലലോഗ്രാം ലോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാണ് വിചാരിക്കുന്നത്. ദാറ്റ് ഈസ് ഒന്ന് ഫോഴ്സ്, ദാറ്റ് ഈസ് ഇതിപ്പോൾ എഫ് ഡാഷ് ഇങ്ങനെയും എഫ് ഡബിൾ ഡാഷ് ഇതേമാതിരിയാണെങ്കിൽ ഇത് രണ്ടിനും ബിറ്റ്വീൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ how to find out its resultant? So this is the resultant, capital R. R is equal to square root of f dash square plus f double dash square into plus f dash square plus f double dash square plus 2 into f dash into f double dash into cos theta. So maximum shearing force on the bolt 1 and 4. ഇപ്പോൾ 1 4 ബോൾട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഷിയറിംഗ് ഫോഴ്സ് എത്ര വരിക?
എഫ് ഡാഷ് സ്ക്വയർ എഫ് ഡാഷ് നമുക്കറിയാം, എഫ് ഡബിൾ ഡാഷ് അറിയാം. ഇവിടെ തീറ്റ ഈക്വൽ 135 കൊടുക്കുക, കാരണം ഇവിടെ 135 ആണ്, 135 ആണ്. തീറ്റ 3 ഈക്വൽ തീറ്റ 4 135 ആണ്. അത് ഉപയോഗിച്ചിട്ട് ഒരു എഫ് ബാർ കണ്ടുപിടിക്കുക. അതേമാതിരി മാക്സിമം ഷിയറിംഗ് ഫോഴ്സ് ഓൺ ദി ബോൾട്ട് 2 and 3 2 3 കേസിലുള്ള എഫ് ആർ കണ്ടുപിടിക്കുക. ഈ രണ്ട് എഫ് ആർ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ വലുത് അത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ക്യാപിറ്റൽ എഫ് ആർ. ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ കോർ ഡയമീറ്റർ കണ്ടുപിടിക്കുക. കോർ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഗോ ഫോർ ദീസ് ഇക്വേഷൻസ്. Okay, so from that equations you will get the value of core diameter is equal to the shear stress value which is given in our question. Maximum permissible allowable shear stress 50. So from this you will get the value of core diameter is equal to 12.80 millimeter. So nominal diameter of the bolt is equal to DC divided by 0.84. I equation will equal the data with double by that. So you will get the value of 15.23. So again go for data with K Mahadevan, page number 141. അപ്പോൾ പോയിട്ടാകുമ്പോൾ ഇതിന് അതിന് ഫിഫ്ത്ത് കോളം റെഫർ ചെയ്താൽ നമുക്ക് M18x1.5 സീരീസ് ആയിട്ടുള്ള ബോൾട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് ബോൾട്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 18, അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 1.5 ആണ്. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.